പ്ലാസ്റ്റിക് ഒഴിവാക്കിയ ഒരു ജീവിതം നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലുമാകില്ല. രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും നാം പ്ലാസ്റ്റിക്കുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിരിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ ചിലതരം ഉപയോഗങ്ങൾ കാരണമാകുന്നത് എത്നി ഹെൽത്ത് ഇവിടെ വിശദീകരിക്കുന്നു. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ ഭക്ഷണം കൊണ്ടുപോകാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഭംഗിയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളെയാണ്. വെള്ളം കൊണ്ടുപോകുന്നതോ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും. രാവിലെ തിരക്കിട്ട് ഭക്ഷണവും വെള്ളവും പാക്ക് ചെയ്യുന്നത് പലപ്പോഴും ചൂടോടുകൂടി തന്നെയാകും. അതുപോലെ നാം വീടുകളിൽ പലപ്പോഴും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ ഉപയോഗിക്കാറുണ്ട്. ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം പാഴ്സൽ വാങ്ങുന്നതും പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലായിരിക്കും. ഫാസ്റ്റ് ഫുഡ് കറികൾ വാങ്ങി വരുന്നത് പ്ലാസ്റ്റിക് കവറുകളിലാണ്. ഇങ്ങനെ ചൂടോടുകൂടി ഭക്ഷണം പ്ലാസ്റ്റിക് പാത്രങ്ങളിലും കവറുകളിലും ഉപയോഗിക്കുന്നതിൽ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. പ്ലാസ്റ്റിക്കിന് ഉറപ്പും ഘടനയും നൽകുന്നത് പ്ലാസ്റ്റിസൈസർ എന്ന പ്രത്യേകിച്ച് നിറമോ മണമോ ഇല്ലാത്ത ഒരു രാസവസ്തുവാണ്. നാം ചൂടോടുകൂടി ഭക്ഷണങ്ങളോ വെള്ളമോ പ്ലാസ്റ്റിക് പാത്രത്തിലെടുക്കുമ്പോൾ ഈ പ്ലാസ്റ്റിസൈസർ അലിഞ്ഞ് ഭക്ഷണത്തിൽ കലരുന്നു. വളരെ സൂക്ഷ്മമായ ഈ പ്ലാസ്റ്റിസൈസർ കണികകൾ നമ്മുടെ ദഹനവ്യൂഹത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു. ഈ ചെറിയ കണങ്ങൾ നമ്മുടെ കണ്ണുകളിലെ ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾക്കുള്ളിലെത്തി രക്തം കടന്നുപോകാതെ തടസ്സം സൃഷ്ടിക്കുന്നു. അങ്ങനെ കണ്ണുകളിലെ രക്തക്കുഴലുകൾ അടയുകയും കാഴ്ചക്കുറവ്, അന്ധത എന്നീ അവസ്ഥകൾ സൃഷ്ടിക്കുന്ന മാക്കുലാർ ഡീജനറേഷൻ എന്ന രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇന്ന് കാഴ്ചക്കുറവ് എന്ന അവസ്ഥ വളരെ കൂടിയ അളവിൽ ഉണ്ടാകുന്നതിന് പ്ലാസ്റ്റിക്കിലെ പ്ലാസ്റ്റിസൈസർ എന്ന ഈ രാസവസ്തു ഒരു പ്രധാന കാരണമാകുന്നുണ്ട്. പ്ലാസ്റ്റിസൈസർ കണ്ണുകളിൽ മാത്രമല്ല, പുരുഷന്മാരിൽ ബീജോത്പാദനം നടക്കുന്ന വൃഷണങ്ങളിലെ ചെറിയ രക്തക്കുഴലിൽ തടസ്സം സൃഷ്ടിക്കുകയും ബീജോത്പാദനം കുറയ്ക്കുകയും ചെയ്യുന്നു. പുരുഷന്മാരിൽ കൂടി വരുന്ന വന്ധ്യതയ്ക്ക് ഇതും ഒരു പ്രധാന കാരണമാണ്. ചൂടുള്ള ഭക്ഷണമോ പാനീയങ്ങളോ പ്ലാസ്റ്റിക് കവറുകളിലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. സ്കൂൾ കുട്ടികൾക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഭക്ഷണം കൊടുത്തുവിടുന്നത് കർശനമായി ഒഴിവാക്കി പകരം സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുക. തണുത്ത ഭക്ഷണം മാത്രം പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കൊടുത്തുവിടുക. ഹോട്ടലുകളിൽ നിന്നും പ്ലാസ്റ്റിക് കവറുകളിൽ പാഴ്സലുകൾ വാങ്ങാതിരിക്കുക. വിലപ്പെട്ട ഈ ഇൻഫർമേഷൻ ഏവരും ഷെയർ ചെയ്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇതുപോലുള്ള ചെറിയ അശ്രദ്ധകൾ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnihealthcode.com.